but it's not enough. For all that I believe may never change the way it is. അതുപോലെ തന്നെ സെന്റ് തോമസ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. സ്നേഹിക്കുവേൻ. ലോകം നിങ്ങളെ ദ്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വലിയൊരു പുസ്തകമാണ് മനസ്സിലാക്കുക. ഈ സെൻ്ററിൻ്റെ ലക്ഷ്യം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സഭയുടെ മക്കളെ പ്രേക്ഷിതരാക്കി തീർക്കുക, അവരെ അതിനെ ശക്തിപ്പെടുത്തുക, അതിന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. തിരുസഭ നിൽക്കുന്നു, എന്തിനു വേണ്ടി തിരുസഭ ഈ ലോകത്തിൽ ജീവിക്കുന്നു? ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് തിരുസഭ ഈ ലോകത്തിൽ നിൽക്കുന്നത്, നിലനിൽക്കുന്നതും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി. പ്രേക്ഷിത സെന്റ് തോമസ് ആണ് കുറേ രൂപത പരിധികൾ ഒരുമിച്ചുകൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണിത്. അവര് മിഷൻ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മഹാരാഷ്ട്രയിലൊക്കെ പോയപ്പോൾ എൻ്റെ ഒരു തിരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവരനുസരിച്ച് MSTക്കാരുടെ മിഷൻ പ്രവർത്തനങ്ങൾ കണ്ട് വളരെ നന്നായിട്ട് അവർ പ്രവർത്തിക്കുന്നു. ദേശീയങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് വലിയ സഹായമൊന്നുമില്ലെങ്കിലും അവർ വളരെ നല്ലൊരു മിഷണറി സൊസൈറ്റിയാണെന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ അവരുടെ ഈ വൈദികർ ഇടവകയിൽ കൂടി ആരംഭിച്ച ഇപ്പോൾ അവർ ഓരോരുത്തരും എനിക്ക് തോന്നുന്നു അവർ യേശുവിന് വേണ്ടി എന്ത് സഹിക്കാനും വേണ്ടി മരിക്കാനും ഒരു സന്നദ്ധരാണ് എന്നാണ് എൻ്റെ ബോധ്യം. നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ ആയിരിക്കണം. ഇവർക്ക് എല്ലാ സഹായങ്ങളും കൊടുക്കണം. ഇവരുടെ ആസ്ഥാനം പാലാരൂപതയിലാണ്. DT ഭവനിലൊക്കെയാണ് ഇവിടെ ആസ്ഥാനമെങ്കിലും ഈ MST സഭയുടെ രൂപം നോക്കുകയാണെങ്കിൽ സീറോ സഭയുടെ എല്ലാ മെത്രാന്മാരുടെയും മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപമാണ് ഈ MST സഭ. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ആസ്ഥാനത്ത് തന്നെ എറണാകുളം രൂപതയുടെ തന്നെ വന്ന് ഈ മിഷൻ കയറി തുടങ്ങിയത് എനിക്കും പ്രത്യേക സന്തോഷമുണ്ട്. എനിക്ക് ഇവരെ സ്വാഗതം ചെയ്യുകയാണ്. ശുദ്ധീകരിക്കണമേ. ഇവർ കുടുംബത്തിലെ അംഗങ്ങളെന്ന പോലെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും അങ്ങയുടെ തിരുവിധം മാത്രം അന്വേഷിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരമാണ് സഭയെ പണിതുയർത്തുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിലെ പ്രകാശമായി ജീവിക്കുവാനും ഇവരെ സഹായിക്കണമേ. വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സംരക്ഷിതരുമാകട്ടെ. വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലികളിലും പ്രാർത്ഥനകളിലും സംഗീതനാകണമെന്ന് പ്രവർത്തിക്കുവാനായി ചേർന്ന എല്ലാവരെയും പരിപാലനം കാത്തുകൊള്ളണമേ. കന്യാമറിയത്തിൻ്റെയും ഈ ഭവനത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ തോമാശ്രീയുടെയും പ്രാർത്ഥന ഞങ്ങളെ നിരന്തരം സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ. ആശ്വാസം ചെയ്യണമേ. ഞങ്ങൾ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നാമിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാവർക്കും അവരുടെ പരിപാലനയും സംരക്ഷണവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ദൈവത്തെക്കുറിച്ച് നിർമ്മിച്ച ഒരു DVD-യുടെ ഒരു ഹ്രസ്വ ചിത്രത്തിൻ്റെ പ്രകാശനം കൂടി ചെയ്യുകയാണ്